6/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ പൂന്തോട്ടത്തിൻ്റെ യജമാനനാണ്. ഈ പൂന്തോട്ടത്തിൻ്റെ യജമാനൻ്റെ അടുക്കൽ പൂന്തോട്ടക്കാരായ നിങ്ങൾ വളരെ നല്ല നല്ല സുഗന്ധ പുഷ്പം കൊണ്ടുവരണം. വാടിയ പുഷ്പങ്ങളെ കൊണ്ടുവരരുത്. ചോദ്യം: ബാബയുടെ ദൃഷ്ടി ഏത് കുട്ടികളിലാണ് പതിയുന്നത്? ആരുടെ മേൽ പതിയുന്നില്ല? ഉത്തരം: ആരാണോ നല്ല സുഗന്ധം നൽകുന്ന പുഷ്പം അനേകരെ മുള്ളുകളിൽ നിന്നും പുഷ്പമാക്കുന്നതിൻ്റെ സർവീസ് ചെയ്യുന്നത്, അവരെ കണ്ടുകൊണ്ട് ബാബ സന്തോഷിക്കുന്നു. അവരിൽ തന്നെയാണ് ബാബയുടെ ദൃഷ്ടി പോകുന്നത്. ആരുടെ വൃത്തി മോശമായതാണ്, കണ്ണുകൾ ചതിക്കുന്നുവോ, അവരിൽ ബാബയുടെ ദൃഷ്ടിയും പതിയുന്നില്ല. ബാബയും പറയും, കുട്ടികളെ, പുഷ്പമായി അനേകരെ പുഷ്പമാക്കൂ. അപ്പോൾ സമർത്ഥനായ പൂന്തോട്ടക്കാരൻ എന്ന് പറയും. ഓം ശാന്തി. പൂന്തോട്ടത്തിൻ്റെ യജമാനനായ ബാബ ഇരുന്ന് തൻ്റെ പുഷ്പങ്ങളെ നോക്കുന്നു. കാരണം മറ്റെല്ലാ സെൻറ്റേഴ്സിലും പുഷ്പങ്ങളും പൂന്തോട്ടക്കാരനുമാണ്. ഇവിടെ നിങ്ങൾ പൂന്തോട്ടത്തിൻ്റെ യജമാനൻ്റെ അടുക്കൽ വരുന്നു, തൻ്റെ സുഗന്ധം നൽകുന്നതിനായി. നിങ്ങൾ പുഷ്പമാണല്ലോ. നിങ്ങളും അറിയുന്നുണ്ട്, ബാബയും അറിയുന്നുണ്ട്. മുള്ളുകളുടെ കാടിൻ്റെ ബീജരൂപം രാവണനാണ്. അല്ലെങ്കിൽ തന്നെ മുഴുവൻ വൃക്ഷത്തിൻ്റെ ബീജം ഒന്ന് തന്നെയാണ്. പക്ഷേ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്നും മുള്ളുകളുടെ കാടാക്കി മാറ്റുന്നവനും തീർച്ചയായും ഉണ്ടാകും. അതാണ് രാവണൻ. അപ്പോൾ ജഡ്ജ് ചെയ്യൂ, ബാബ ശരിയാണല്ലോ മനസ്സിലാക്കിക്കുന്നത്. ദേവതമാരാകുന്ന പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ ബീജരൂപമാണ് ബാബ. നിങ്ങൾ ഇപ്പോൾ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഏത് തരത്തിലുള്ള പുഷ്പമാണ് എന്നത് ഓരോരുത്തരും അറിയുന്നുണ്ട്. തോട്ടത്തിൻ്റെ യജമാനനും ഇവിടെ തന്നെയാണ് വരുന്നത് പുഷ്പങ്ങളെ കാണുവാൻ. അവരെല്ലാവരും പൂന്തോട്ടക്കാരാണ്. അതും അനേകം പ്രകാരത്തിലുള്ള പൂന്തോട്ടക്കാരുണ്ട്. ആ പൂന്തോട്ടത്തിലും പല പല പ്രകാരത്തിലുള്ള പൂന്തോട്ടക്കാരുണ്ടല്ലോ. ചിലരുടെ ശമ്പളം 500 രൂപയായിരിക്കും, ചിലരുടേത് 1000, ചിലരുടേത് 2000 രൂപ. മുഗൾ ഗാർഡൻ്റെ പൂന്തോട്ടക്കാരൻ തീർച്ചയായും വളരെ സമർത്ഥനായിരിക്കും. അയാളുടെ ശമ്പളവും അധികമായിരിക്കും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത വലിയ പൂന്തോട്ടമാണ്. അതിലും അനേകം പ്രകാരത്തിലുള്ള നമ്പർ വൈസായി പൂന്തോട്ടക്കാരുണ്ട്. ആര് വളരെ നല്ല പൂന്തോട്ടക്കാരായിരിക്കുമോ അവർ പൂന്തോട്ടത്തെ വളരെ നല്ല ശോഭനീയമാക്കി മാറ്റുന്നു. നല്ല പൂക്കൾ നടുന്നു. ഗവൺമെൻറ് ഹൗസിൻ്റെ മുഗൾ ഗാർഡൻ എത്ര നല്ലതാണ്. ഇത് പരിധിയില്ലാത്ത പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിൻ്റെ യജമാനൻ ഒന്നാണ്. ഇപ്പോൾ മുള്ളുകളുടെ കാടിൻ്റെ ബീജമാണ് രാവണൻ. പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ ബീജമാണ് ശിവബാബ. സമ്പത്ത് ലഭിക്കുന്നത് ബാബയിൽ നിന്നാണ്. രാവണനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. രാവണൻ ശാപം നൽകുന്നത് പോലെയാണ്. ശപിക്കപ്പെട്ടവരാകുമ്പോൾ സുഖം നൽകുന്ന ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്ന് സുഖദാതാവാണ്, സദാ സുഖം നൽകുന്നവനാണ്. പൂന്തോട്ടക്കാരും പല പല പ്രകാരത്തിലുള്ളവരുണ്ട്. തോട്ടമുടമ വന്ന് പൂന്തോട്ടക്കാരെയും നോക്കുന്നു, എങ്ങനെയുള്ള ചെറിയ ചെറിയ പൂന്തോട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന്. ഏതെല്ലാം പുഷ്പമാണുള്ളത് അതും ചിന്തയിൽ കൊണ്ടുവരുന്നു. ഇടയ്ക്കിടയ്ക്ക് വളരെ നല്ല നല്ല പൂന്തോട്ടക്കാരും വരുന്നു. അവരുടെ പുഷ്പങ്ങളുടെ അലങ്കാരവും പൊതുവെ നല്ലതായിരിക്കും. അപ്പോൾ പൂന്തോട്ടക്കാരനും സന്തോഷമുണ്ടാകുന്നു. ആഹാ, ഈ പൂന്തോട്ടക്കാരൻ വളരെ നല്ലതാണ്, നല്ല നല്ല പുഷ്പങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ബാബയും ആ ഒന്നിൻ്റെ പരിധിയില്ലാത്ത കാര്യങ്ങളുമാണ്. കുട്ടികളായി നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, ബാബ തീർത്തും സത്യമാണ് പറയുന്നത്. പകുതി കൽപ്പം രാവണ രാജ്യം നടക്കുന്നു. രാവണൻ പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തെ മുള്ളുകളുടെ കാടാക്കി മാറ്റുന്നു.
കാട്ടിൽ മുള്ളുകൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വളരെയധികം ദുഃഖം നൽകുന്നു. പൂന്തോട്ടത്തിൻ്റെ മധ്യത്തിൽ മുള്ളുകളൊന്നുമില്ല, ഒന്നുപോലുമില്ല. കുട്ടികൾ അറിയുന്നുണ്ട്. രാവണൻ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. വലുതിലും വലിയ മുള്ളാണ് ദേഹാഭിമാനം. ബാബ രാത്രിയിലും മനസ്സിലാക്കിച്ചു തന്നു, ചിലരുടെ ദൃഷ്ടി കാമത്തിൻ്റെതാണ്, ചിലരുടേത് സെമി കാമത്തിൻ്റെ ദൃഷ്ടിയാണ്. ഏതെങ്കിലും പുതിയവർ വരുമ്പോൾ ആദ്യം നല്ല രീതിയിൽ നടക്കുന്നു. വികാരത്തിൽ ഒരിക്കലും പോവുകയില്ല, പവിത്രമായി ജീവിക്കും എന്ന് കരുതുന്നു. ആ സമയത്ത് ശ്മശാന വൈരാഗ്യം വരുന്നു. പിന്നെ അവിടെ വീട്ടിൽ പോകുമ്പോൾ കേടായി പോകുന്നു, ദൃഷ്ടി മലിനമാകുന്നു. ഇവിടെ ആരെയാണോ നല്ല നല്ല പുഷ്പമായി മനസ്സിലാക്കുന്നത് അവരെ പൂന്തോട്ടത്തിൻ്റെ ഉടമയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ബാബ, ഇത് വളരെ നല്ല പുഷ്പമാണ്. ചില പൂന്തോട്ടക്കാർ വന്ന് കാതിൽ പറയുന്നു, ഇത് ഇന്ന പുഷ്പമാണ്. പൂന്തോട്ടക്കാരൻ തീർച്ചയായും പറയുമല്ലോ, ബാബ അന്തര്യാമിയാണ് എന്നല്ല. പൂന്തോട്ടക്കാരൻ ഓരോരുത്തരുടെയും പെരുമാറ്റ രീതികൾ പറയുന്നു. ബാബ, ഇവരുടെ ദൃഷ്ടി നല്ലതല്ല, ഇവരുടെ പെരുമാറ്റം റോയലല്ല, ഇവർ 10-20% നല്ലതായത്. മുഖ്യമായത് കണ്ണുകളാണ്, അത് വളരെയധികം ചതിക്കുന്നു. പൂന്തോട്ടക്കാരൻ വന്ന് പൂന്തോട്ടത്തിൻ്റെ യജമാനനോട് എല്ലാം പറയും. ബാബ ഓരോരുത്തരോടും ചോദിക്കുന്നു, പറയൂ, നിങ്ങൾ എങ്ങനെയുള്ള പുഷ്പത്തെയാണ് കൊണ്ടുവന്നത്? ചിലത് റോസാ പുഷ്പമായിരിക്കും, ചിലത് മുല്ലപ്പൂവിനെയും ചിലർ എരിക്കിൻ പൂവിനെയും കൊണ്ടുവരുന്നു. ഇവിടെ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നു. കാട്ടിൽ പോകുമ്പോൾ പിന്നെ വാടിപ്പോകുന്നു. ബാബ നോക്കുന്നു ഇത് ഏത് പ്രകാരത്തിലുള്ള പുഷ്പമാണെന്ന്. മായയും ഇങ്ങനെയാണ്. അത് പൂന്തോട്ടക്കാരെയും വളരെ ശക്തമായി അടിക്കുന്നു. പൂന്തോട്ടക്കാരും മുള്ളായി മാറുന്നു. പൂന്തോട്ടത്തിൻ്റെ യജമാനൻ വരുന്നു. അപ്പോൾ ആദ്യം പൂന്തോട്ടത്തെ നോക്കുന്നു. പിന്നെ ബാബയിരുന്ന് അതിനെ അലങ്കരിക്കുന്നു. കുട്ടികളെ, ശ്രദ്ധയോടെ ഇരിക്കൂ. കുറവുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കൂ. ഇല്ലെങ്കിൽ പിന്നെ വളരെയധികം പശ്ചാത്തപിക്കും. ബാബ ലക്ഷ്മി നാരായണനാക്കുവാൻ വന്നിരിക്കുകയാണ്. അതിനു പകരം നമ്മൾ വേലക്കാരാകണമോ? സ്വന്തം പരിശോധന നടത്തുന്നു. നമ്മൾ ഇങ്ങനെ ഉയർന്ന യോഗ്യർ ആകുന്നുണ്ടോ? മുള്ളുകളുടെ കാടിൻ്റെ ബീജം രാവണനാണ്, പുഷ്പങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ ബീജം രാമനാണ് എന്നതറിയുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ബാബയിരുന്ന് പറഞ്ഞു തരുന്നു. ബാബ എന്നിരുന്നാലും സ്കൂളിൻ്റെ പഠനത്തിൻ്റെ മഹിമ ചെയ്യുന്നു. ആ പഠനം ഏതായാലും നല്ലതാണ്. കാരണം അതിൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, എയിം ഓബ്ജക്റ്റുമുണ്ട്. ഇതും പാഠശാലയാണ്, ഇതിൽ എയിം ഓബ്ജക്റ്റ് ഉണ്ട്. പിന്നെ മറ്റെവിടെയും ഈ എയിം ഓബ്ജക്റ്റ് ഇല്ല. നിങ്ങളുടെ ഒരേ ഒരു എയിമാണ് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റേത്. ഭക്തിമാർഗത്തിൽ സത്യനാരായണൻ്റെ കഥ വളരെയധികം കേൾക്കുന്നു. ഓരോ മാസവും ബ്രാഹ്മണനെ വിളിക്കുന്നു. ബ്രാഹ്മണൻ ഗീത കേൾപ്പിക്കുന്നു. ഇക്കാലത്ത് ഗീത എല്ലാവരും കേൾപ്പിക്കുന്നു. സത്യസത്യമായ ബ്രാഹ്മണർ ആരുമില്ല. നിങ്ങളാണ് സത്യസത്യമായ ബ്രാഹ്മണർ, സത്യമായ ബാബയുടെ കുട്ടികൾ. നിങ്ങൾ സത്യസത്യമായ കഥ കേൾപ്പിക്കുന്നു. സത്യനാരായണൻ്റെ കഥയുമുണ്ട്, അമരകഥയുമുണ്ട്, മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥയുമുണ്ട്. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. അവരാണെങ്കിൽ ഗീത കേൾപ്പിച്ചു വന്നു. പിന്നെ ആരാണ് രാജാവായത്? ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കും, ഞാൻ സ്വയം ആവുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത് ഈ ഒരേ ഒരു ബാബയാണ്. കുട്ടികൾക്കറിയാം ഇവിടെ പൂന്തോട്ടത്തിൻ്റെ യജമാൻ്റെ അടുക്കൽ റിഫ്രഷ് ആകുന്നതിന് വേണ്ടി വരുന്നു. പൂന്തോട്ടക്കാരുമാകുന്നു, പുഷ്പവുമാകുന്നു. പൂന്തോട്ടക്കാർ തീർച്ചയായും ആകേണ്ടതുണ്ട്. പലതരത്തിലുള്ള പൂന്തോട്ടക്കാരുണ്ട്. സർവീസ് ചെയ്യുകയില്ലെങ്കിൽ നല്ല പുഷ്പം എങ്ങനെയാകും? ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, ഞാൻ എപ്രകാരത്തിലുള്ള പുഷ്പമാണ്, എപ്രകാരത്തിലുള്ള പൂന്തോട്ടക്കാരനാണ്?
കുട്ടികൾ വിചാരസാഗര മഥനം ചെയ്യേണ്ടി വരും. ബ്രാഹ്മണികൾക്കറിയാം, പൂന്തോട്ടക്കാരും പലതരത്തിലുള്ളവരുണ്ടല്ലോ. ചില നല്ല നല്ല പൂന്തോട്ടക്കാരും വരുന്നു. അവരുടേത് വളരെ നല്ല പൂന്തോട്ടമായിരിക്കും. നല്ല പൂന്തോട്ടക്കാർ ആയിരിക്കുന്നതനുസരിച്ച് പൂന്തോട്ടവും നല്ലതുണ്ടാക്കുന്നു. നല്ല നല്ല പുഷ്പങ്ങൾ കൊണ്ടുവരുന്നു. അത് കണ്ട് ഹൃദയം സന്തുഷ്ടമാകുന്നു. ചിലർ നിസ്സാര പുഷ്പങ്ങളെയും കൊണ്ടുവരുന്നു. പൂന്തോട്ടത്തിൻ്റെ യജമാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവർ എന്ത് പദവിയായിരിക്കും നേടുന്നതെന്ന്. ഇപ്പോൾ സമയം കിടക്കുകയാണ്. ഓരോരോ മുള്ളിനെയും പുഷ്പമാക്കുന്നതിന് പ്രയത്നമുണ്ടാകുന്നു. ചിലരാണെങ്കിൽ പുഷ്പമാകാൻ ആഗ്രഹിക്കുന്നില്ല, മുള്ളായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കണ്ണുകളുടെ വൃത്തി വളരെ മോശമായിരിക്കും. ഇവിടെ വന്നാൽ പോലും അവരിൽ നിന്നും സുഗന്ധം വരുന്നില്ല. തോട്ടത്തിൻ്റെ യജമാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മുന്നിൽ പുഷ്പങ്ങൾ ഇരുന്നുവെങ്കിൽ നന്നായിരുന്നു. അവരെ കണ്ട് സന്തോഷിക്കുന്നു. വൃത്തി ഇങ്ങനെയാണ് എന്ന് കാണുമ്പോൾ പിന്നെ അവരിൽ ദൃഷ്ടി പോലും പതിപ്പിക്കുന്നില്ല. അതിനാൽ ഓരോരുത്തരെയും നോക്കുന്നു. എൻ്റെ ഈ പുഷ്പം ഏത് പ്രകാരത്തിലുള്ളതാണ്? എത്ര സുഗന്ധം നൽകുന്നു? മുള്ളിൽ നിന്നും പുഷ്പമായോ അതോ ഇല്ലയോ? ഓരോരുത്തർക്കും സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എത്രത്തോളം പുഷ്പമായി. പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ? അടിക്കടി പറയുന്നു, ബാബ, നമ്മൾ അങ്ങയെ മറന്നു പോകുന്നു. യോഗത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. ഓർമ്മിക്കുകയില്ലെങ്കിൽ പുഷ്പം എങ്ങനെയാകുവാനാണ്? ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. അപ്പോൾ പുഷ്പമായി പിന്നെ മറ്റുള്ളവരെയും പുഷ്പമാക്കും. അപ്പോഴാണ് പൂന്തോട്ടക്കാരൻ എന്ന പേര് വയ്ക്കാൻ സാധിക്കുന്നത്. ബാബ പൂന്തോട്ടക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പൂന്തോട്ടക്കാരുണ്ടോ? എന്തുകൊണ്ട് പൂന്തോട്ടക്കാരാകാൻ സാധിക്കുന്നില്ല? ബന്ധനം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഉള്ളിൽ ആവേശം വരണം. സർവീസിൻ്റെ ഉത്സാഹം ഉണ്ടായിരിക്കണം. തൻ്റെ ചിറകുകൾ സ്വതന്ത്രമാക്കുന്നതിനായി പ്രയത്നിക്കണം. ആരോട് വളരെയധികം സ്നേഹമുണ്ടോ അവരെ ഉപേക്ഷിക്കാറുണ്ടോ? ബാബയുടെ സർവീസിനു വേണ്ടി പുഷ്പം ആയി മാറി മറ്റുള്ളവരെ ആക്കാത്തത് വരെയും ഉയർന്ന പദവി എങ്ങനെ നേടും? 21 ജന്മത്തേക്ക് ഉയർന്ന പദവിയാണ്. മഹാരാജാക്കന്മാരും രാജാക്കന്മാരും വലിയ വലിയ ധനികരുമുണ്ട്. പിന്നെ നമ്പർ അനുസരിച്ച് കുറഞ്ഞ സമ്പത്തുള്ളവരും പ്രജകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താകും? ആര് ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുമോ അവർ കൽപ്പാന്തരങ്ങളിൽ ആകും. ഇപ്പോൾ പൂർണ്ണ ബലം നൽകി പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. നരനിൽ നിന്നും നാരായണനാണ് ആകേണ്ടത്. ആര് നല്ല പുരുഷാർത്ഥി ആയിരിക്കുമോ അവർ പ്രാവർത്തികമാക്കും. ദിവസേനയുള്ള വരുമാനവും നഷ്ടവും നോക്കേണ്ടതുണ്ട്. 12 മാസത്തെ കാര്യമല്ല, ദിവസവും തൻ്റെ നഷ്ടവും നേട്ടവും എടുക്കണം. നഷ്ടമുണ്ടാക്കരുത്. ഇല്ലെങ്കിൽ പിന്നെ 3rd ക്ലാസ് ആയി പോകും. സ്കൂളിലും നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. മധുരമായ കുട്ടികൾ അറിയുന്നുണ്ട് നമ്മുടെ ബീജമാണ് വൃക്ഷപതി. ആ ഒന്നിൻ്റെ വരവിലൂടെ നമ്മളിൽ ബൃഹസ്പതിയുടെ ദശയുണ്ടാകുന്നു. പിന്നെ രാവണ രാജ്യം വരുന്നു. അപ്പോൾ രാഹുവിൻ്റെ ദശ ഉണ്ടാകുന്നു. അത് പൂർണ്ണമായും ഹയസ്റ്റ്, മറ്റത് പൂർണ്ണമായും ലോവസ്റ്റ്. പൂർണ്ണമായും ശിവാലയത്തിൽ നിന്നും വേശ്യാലയമാക്കി മാറ്റുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ബൃഹസ്പതിയുടെ ദശയാണ്. ആദ്യം പുതിയ വൃക്ഷമായിരിക്കും, പിന്നെ പകുതി മുതൽ പഴയതാരംഭിക്കുന്നു. പൂന്തോട്ടത്തിൻ്റെ യജമാനനുമുണ്ട്. പൂന്തോട്ടക്കാരും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തോട്ടത്തിൻ്റെ യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഓരോ പൂന്തോട്ടക്കാരനും പുഷ്പത്തെ കൊണ്ടുവരുന്നു. ചിലരാണെങ്കിൽ നല്ല പുഷ്പങ്ങളെ കൊണ്ടുവരുന്നു. ബാബയുടെ അടുക്കൽ പോകണം എന്ന് പിടയുന്നു. ഇങ്ങനെയെല്ലാമുള്ള യുക്തികളോടെ പുത്രിമാർ വരുന്നു. ബാബ പറയുന്നു, നല്ല പുഷ്പത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. പൂന്തോട്ടക്കാരൻ 2nd ക്ലാസ് ആയിരിക്കും. പൂന്തോട്ടത്തേക്കാൾ നല്ല പുഷ്പങ്ങളുണ്ട്. നമ്മളെ ഇത്രയും ഉയർന്ന വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ ആരാണോ ആ ശിവബാബയുടെ അടുക്കൽ പോകട്ടെ എന്ന് പിടയുന്നു.
വീട്ടിൽ നിന്നും അടികൊള്ളുന്നു. എന്നിട്ടും പറയുന്നു, ശിവബാബ നമ്മളെ രക്ഷിക്കൂ. അവരിൽ തന്നെയാണ് സത്യമായ ദ്രൗപദി എന്ന് പറയുന്നത്. എന്ത് പാസ്റ്റായോ അത് വീണ്ടും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. ഇന്നലെ വിളിച്ചിരുന്നു, ഇന്ന് ബാബ വന്നിരിക്കുകയാണ് രക്ഷിക്കുന്നതിനായി. യുക്തികൾ പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാം ഊതിക്കൊണ്ടിരിക്കൂ, അതായത് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ ഭ്രമരങ്ങളാണ്, അവർ കീടമാണ്, അവരിൽ ഊതിക്കൊണ്ടേയിരിക്കൂ. പറയൂ, ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്, അതിനെ ജയിക്കുന്നതിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഏതെങ്കിലും സമയത്ത് അബലകളുടെ വാക്ക് കൊള്ളുന്നു, അപ്പോൾ പിന്നെ തണുത്തു പോകുന്നു. പറയുന്നു, ശരി പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ ആക്കി മാറ്റുന്നവൻ്റെ അടുക്കൽ പൊയ്ക്കൊള്ളൂ. എൻ്റെ ഭാഗ്യത്തിലില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഇങ്ങനെ ദ്രൗപദിമാർ വിളിക്കുന്നു. ബാബ എഴുതുന്നു, ഊതിക്കൊണ്ടിരിക്കൂ. ചില സ്ത്രീകളും ഇങ്ങനെയാണ്. അവരെ ശൂർപ്പണഖ എന്നും പൂതന എന്നും പറയുന്നു. പുരുഷന്മാർ അവരെ ഊതിക്കൊണ്ടിരിക്കുന്നു, അതായത് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ കീടമായി തന്നെ കിടക്കുന്നു, വികാരമില്ലാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. തോട്ടം യജമാനൻ്റെ അടുക്കൽ പലതരത്തിലുള്ളവർ വരുന്നു, കാര്യം ചോദിക്കുകയേ വേണ്ട. ചില കന്യകമാരും മുള്ളായി മാറുന്നു. അതിനാൽ ബാബ പറയുന്നു, തൻ്റെ ജാതകം പറയൂ. ബാബയെ കേൾപ്പിക്കുകയില്ലെങ്കിൽ, ഒളിപ്പിക്കുകയാണെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അസത്യം നടക്കില്ല. നിങ്ങളുടെ വൃത്തി മോശമായിക്കൊണ്ടേയിരിക്കും. ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ നിങ്ങൾ രക്ഷപ്പെടും. സത്യം പറയണം, ഇല്ലെങ്കിൽ തീർത്തും മഹാരോഗിയായി മാറും. ബാബ പറയുന്നു, ആര് വികാരിയാകുമോ അവരുടെ മുഖം കറുക്കുന്നു. പതിതം എന്നാൽ കറുത്ത മുഖം. കൃഷ്ണനെയും ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. കൃഷ്ണനെ കറുപ്പാക്കിയിരിക്കുന്നു. രാമനെയും നാരായണനെയും കറുപ്പായി കാണിക്കുന്നു. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ അടുത്താണെങ്കിൽ നാരായണൻ്റെ ചിത്രം വെളുപ്പാണ്. ഇത് നിങ്ങളുടെ എയിം ഒബ്ജക്റ്റാണ്. നിങ്ങൾക്ക് കറുത്ത നാരായണനല്ല ആകേണ്ടത്. ഈ ക്ഷേത്രങ്ങളിൽ എന്തുണ്ടാക്കിയിരിക്കുന്നോ ഇങ്ങനെ ആയിരുന്നില്ല. വികാരത്തിൽ വീഴുന്നതിലൂടെ പിന്നെ മുഖം കറുത്തതാകുന്നു. ആത്മാവ് കറുപ്പായി മാറിയിരിക്കുന്നു. അയൺ ഏജിൽ നിന്നും ഗോൾഡൻ ഏജിലേക്ക് പോകേണ്ടതുണ്ട്. സ്വർണ്ണ പറവയാകണം. കൽക്കട്ടയിലെ കാളിയെക്കുറിച്ച് പറയുന്നു, എത്ര ഭയങ്കര മുഖം കാണിക്കുന്നു, കാര്യം ചോദിക്കുകയേ വേണ്ട. ബാബു പറയുന്നു, കുട്ടികളെ, ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ചിറകുകൾ സ്വതന്ത്രമാക്കുന്നതിനായി പ്രയത്നിക്കണം. ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി സമർത്ഥനായ പൂന്തോട്ടക്കാരനാകണം. മുള്ളുകളെ പുഷ്പമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സ്വയം തന്നെ നോക്കണം, ഞാൻ എത്രത്തോളം സുഗന്ധ പുഷ്പമായി. എൻ്റെ വൃത്തി ശുദ്ധമാണോ? കണ്ണുകൾ ചതിക്കുന്നില്ലല്ലോ. തൻ്റെ പെരുമാറ്റ രീതികളുടെ കണക്ക് വച്ച് കുറവുകൾ നീക്കം ചെയ്യണം. വരദാനം: സ്വരാജ്യ അധികാരത്തിൻ്റെ ലഹരിയിലൂടെയും നിശ്ചയത്തിലൂടെയും സദാ ശക്തിശാലിയാകുന്ന സഹജയോഗിയും നിരന്തര യോഗിയുമായി ഭവിക്കട്ടെ. സ്വരാജ്യ അധികാരി എന്നാൽ ഓരോ കർമ്മേന്ദ്രിയത്തിന്മേലും തൻ്റെ രാജ്യം എന്നർത്ഥം. ഒരിക്കലും സങ്കല്പത്തിൽ പോലും കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കരുത്. എപ്പോഴെങ്കിലും അല്പമെങ്കിലും ദേഹാഭിമാനം വന്നുവെങ്കിൽ ആവേശം അഥവാ ക്രോധം സഹജമായി വരുന്നു. എന്നാൽ ആരാണോ സ്വരാജ്യ അധികാരി, അവർ സദാ നിരഹങ്കാരിയും സദാ വിനയമുള്ളവരുമായി സേവനം ചെയ്യുന്നു. അതിനാൽ ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ് എന്ന ലഹരിയിലൂടെയും നിശ്ചയത്തിലൂടെയും ശക്തിശാലിയായി മായാജീത്തം ജഗജ്ജീത്തമാകൂ. അപ്പോൾ സഹജയോഗിയും നിരന്തര യോഗിയുമായി മാറും. സ്ലോഗൻ: ലൈറ്റ് ഹൗസായി മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ലൈറ്റ് വ്യാപിപ്പിക്കുന്നതിൽ ബിസിയായിരിക്കൂ. അപ്പോൾ ഒരു കാര്യത്തിലും ഭയം തോന്നുകയില്ല.
ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധിബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.